ശ്രീജിത്തിന്റെ അമ്മയാണല്ലോ. ആ പറ ആന്റി. ആ നിർമ്മൽ, ശ്രീജിത്ത് എവിടെയാ? അവൻ എവിടെയാന്ന് അറിയില്ല ആന്റി. ആണോ? അവൻ എന്റെ ഒപ്പം പോവാന്ന് പറഞ്ഞാണല്ലോ ഇറങ്ങിയത്. ഛെ, അവൻ ഈ വട്ടം അമ്മോട് കള്ളം പറഞ്ഞിറങ്ങിയല്ലോ. പക്ഷെ അവൻ ഈ വട്ടം എന്നോട് പറയാൻ മറന്നു. അവനെ എങ്ങനെയെങ്കിലും ഈ വട്ടം അമ്മയുടെ നിന്ന് രക്ഷിക്കണം. ആ ആന്റി, അവൻ ഇത്ര നേരം എന്റെ കൂടെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് എങ്ങോട്ടാണ് അവൻ പോയത്? നിങ്ങൾ അതിന് എങ്ങോട്ട് പോയതാ? എങ്ങോട്ട് പോയതാന്നാ പറയണ്ടേ? കോളേജ് എന്ന് പറഞ്ഞ ആന്റിക്ക് വിശ്വാസമില്ല. എന്തോന്നും മിണ്ടാത്തേ? വീടെന്ന് പറയാം. വീടാണെങ്കിൽ സേഫ് ഓപ്ഷനാ. ആ വീടെന്ന് തന്നെ പറയാം. ആ ആന്റി, ഞങ്ങൾ വീട്ടിലുള്ളത്. അവനൊന്ന് ബാത്റൂം പോയതാ. പക്ഷെ അവൻ പറഞ്ഞത് നിങ്ങൾ രണ്ടുപേരും കോളേജിൽ പോവാന്നാണല്ലോ. അവൻ കോളേജിൽ നിന്നാണ് പറഞ്ഞത്. ഇനി ഞാൻ എങ്ങനെ പറഞ്ഞു പിടിച്ചു നിൽക്കും? ആ ആന്റി, ഞങ്ങൾ കോളേജിൽ പോയിരുന്നു, എന്നിട്ട് വീട്ടിൽ വന്നതാ. ശരി, നിങ്ങൾ ഇനി എപ്പോഴാ ഇങ്ങോട്ടെത്താ? ഈശ്വര, എത്ര സമയം പറയണം? അവൻ ഗേൾഫ്രണ്ടിന്റെ കൂടെ കറങ്ങാൻ പോയതാണെങ്കിൽ എന്തായാലും 2 മണിക്കൂർ പിടിക്കും. ശരി, അവൻ ബാത്റൂമിൽ നിന്ന് വരേണ്ട സമയമായിണ്ടല്ലോ. അവനൊന്ന് ഫോൺ കൊടുത്തേ, ഞാൻ ഒന്ന് സംസാരിക്കട്ടെ. ഈശ്വര, പെട്ടു. അവന്റെ വോയിസിൽ സംസാരിക്കാം. പക്ഷെ ഇത് അവന്റെ അമ്മയല്ലേ, ഉറപ്പായും പിടിക്കും. അവൻ ഗേൾഫ്രണ്ടിന്റെ കൂടെയാണെങ്കിൽ എന്തായാലും ഫോൺ എടുക്കില്ല. ആ, ഒരു ഐഡിയ ഉണ്ട്. അവന്റെ വോയിസിൽ സംസാരിച്ച് റേഞ്ച് ഇല്ലാത്ത പോലെ കാണിക്കാം. ആ ആന്റി, ശ്രീത്തിനോട് സംസാരിച്ചോളൂ. ആ ശരി ശരി, നീ ടെൻഷനൊന്നും ആവണ്ട, പതുക്കെ വന്നാ മതി. എന്താച്ചാ നിന്റെ ഫ്രണ്ട് വീട്ടിലെത്തി.